ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ തൃശ്ശൂരിലെ പുളിങ്കറി ഭയങ്കര നല്ല ഫേമസ് ആണ്. ഇവിടെ വീട്ടിൽ മിക്കവാറും പുളിങ്കറിയാണ് പ്രിയം എല്ലാവർക്കും. സാമ്പാറിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വിഭവമാണ് കൂട്ടാൻ പുളിങ്കറി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഐറ്റംസും മാത്രമേ ഉള്ളൂ ഇതിൽ, പുറമേ നിന്നൊന്നും വാങ്ങണതല്ല. അപ്പോൾ അത് അമ്മ പറയും എങ്ങനെ ഉണ്ടാക്കണേന്ന്. പുളിങ്കറിക്കുള്ള ചേമ്പിൻ്റെ തണ്ട്, നമ്മുടെ നാടൻ പുളിങ്കറി നല്ല ടേസ്റ്റാണ്. നമുക്കിനി പുളിങ്കറിക്ക് വേണ്ടത് ഓമക്കായാണ്, അത് പൊട്ടിക്കാൻ വന്നേക്കാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങളാണ് ചേമ്പിൻ്റെ വിത്ത്, പിന്നെ കായ, ചേമ്പിൻ്റെ തണ്ട്, ഓമക്കായ്ക്ക് പകരം മത്തങ്ങ ആയാലും കുമ്പളങ്ങ ആയാലും ഒക്കെ നല്ലതാണ്. എല്ലാം ഇതിൽ യോജിച്ചതാണ് ഈ കൂട്ടല്ലേ. ഇവിടെ ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓമക്കായ എടുത്തേക്കാം ഞങ്ങൾ. ചേമ്പിൻ്റെ തണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് എരിഞ്ഞിടാം. അപ്പം നമ്മൾ കലച്ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. നമ്മൾ നുറുക്കിയ കഷ്ണങ്ങൾ എല്ലാം മുന്തിച്ചിട്ട് വേവിക്കാം നമുക്ക്. ഞാൻ കഷ്ണമൊക്കെ ഇടണമെന്നുള്ളൂ, ബാക്കി കൂട്ടമൊക്കെ അമ്മയും ഞാൻ പറഞ്ഞു തരണേ. വന്നാൽ ഞാൻ തന്നെയാണ് കൂടുതലും അസിസ്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മ, ഇങ്ങനത്തെ സ്പെഷ്യൽ കറികളൊക്കെ അമ്മയും ഞാൻ ചെയ്യുക. നമ്മൾ തീ കത്തിക്കണം നന്നായിട്ട്. ചേമ്പിൻ്റെ തണ്ടൊന്നും വാടാൻ പാടില്ല എന്നാണ് പറയുക. കഷ്ണത്തിനൊപ്പം വെള്ളം വെക്കണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം അതിലിടാം. മതിയോ? ഇനി നമുക്ക് അത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പം നമ്മുടെ കഷ്ണം വെന്തു. ഇതിൽ പുളി ഒഴിക്കണം. നമുക്ക് അടച്ച് വെച്ച് ആ പുളി ഒന്ന് കഷ്ണത്തിലേക്കൊക്കെ പിടിക്കണം. അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. വറുക്കാനുള്ള സാധനങ്ങളാണ് ഉലുവ, 4-5 മുളക്, കറിവേപ്പില, കുറച്ച് കായപ്പൊടി, പിന്നെ നാളികേരം. ഇതൊക്കെ വറുക്കുന്ന മുമ്പ് ഉലുവ വറുക്കുക. എണ്ണ മൂത്തുണ്ടായിരിക്കും. ഇതാ ഉലുവ ഇടണം. കുറച്ച് തീ കുറയ്ക്കുക.
ജസ്റ്റ് എനിക്ക് ഉലുവ ഉലുവ ചുവന്ന കളറായി വന്നിറങ്ങിയിട്ട് അതിലേക്ക് കരിവേപ്പില ബാക്കിയില്ല അതല്ലേ ഈ കരിവേപ്പില പൊട്ടിയ നാളികേരട്ടോ ഇട്ടുള്ളതാണ് നാളികേരം ഇടണം. മതി ഇത്രയും മതി. ഇത്രയും മഞ്ഞ സോപ്പിലേക്ക് അങ്ങോട്ട് അധികം കിടക്കണ്ട. അരി പറ്റുന്നത് സാമ്പാറിനെ കുറക്കണം തന്നെ നാളികേരം വറക്കില്ലേ സാമ്പാറിലേക്ക് കൂട്ടാൻ അത് തന്നെ അളവ്. ഇതാറട്ടെ ചൂടാറിയിട്ട് വേണം അരയ്ക്കാൻ. നമ്മൾ അരച്ചത് റെഡിയായി. അത് കൂട്ടാനിലേക്ക് ഒഴിക്കുക. അരച്ചത് അതിലൊഴിക്കണം. നമ്മൾ അരച്ചത് ചേർത്ത് കരിവേപ്പില താത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറുക്കണം. എണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ കരിവേപ്പില ഇട്ടുണ്ട്. ഇനി കടുക് ഇടണം. കല്ലുച്ചട്ടിയുടെ ഒരു പ്രത്യേകത അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചാലും തിളച്ചുകൊണ്ടേ ഇരിക്കും കുറേ നേരം. എന്താ വെച്ചാൽ കല്ലിന് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമ്മൾ വാങ്ങി വെച്ചു. അതിലിരുന്ന് വെള്ളം വറ്റും. അതിലിട്ട് ഇനി കടുക് തളിച്ചത് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിങ്കറി റെഡി. നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഇടണം അമ്മേ? നമ്മൾ ഉലുവ അരച്ച കാരണം അരപ്പിൽ ഉലുവയുള്ള കാരണം വേറെ ഒന്നും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉലുവ ചേർക്കേണ്ട ആവശ്യമില്ല വേറെ. നമ്മുടെ ഒരു നാടൻ പുളിങ്കറി റെഡി ചെയ്യുന്നുണ്ട്. ഇതോടെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചാൽ എത്ര കഴിച്ചാലും മതിയാക്കില്ല. അപ്പോൾ പുളിങ്കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്കായി അമ്മ അത് സമർപ്പിക്കുകയാണ്. പലരും ചോദിക്കേണ്ട പുളിങ്കറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. എല്ലാവർക്കും പരിപ്പിട്ടൊക്കെ വയ്ക്കുക. ഇതിന് പരിപ്പൊന്നും ഇടാണ്ട് വെച്ചേക്കുന്നത്. ഇവർക്കും പരിപ്പില്ലാത്ത കറി വയ്ക്കാൻ അറിയില്ല. ഇത് പരിപ്പില്ലാത്ത കൂട്ട. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ചോദിച്ചിരുന്നു ഇതുപോലെ പുളിങ്കറി വയ്ക്കാൻ. പണ്ട് കുട്ടിക്കാലത്ത് പുളിങ്കറി കഴിച്ചിട്ടുണ്ട് അവർ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന്. പിന്നെ അത് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ അതുപോലെയുള്ള ആൾക്കാർക്ക് പഴയ കാലത്തെ, അതായത് കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒന്ന് പുതുക്കാനും അറിയാത്തവർക്ക് എന്താ പറയുക വെക്കാനും ഒക്കെ ഒരു വീഡിയോ ആയി മാറട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പുളിങ്കറി. അങ്ങനെ പുളിങ്കറി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചക്കപ്പലഹാരം ഉണ്ടാക്കാനുള്ളൊരു പുറപ്പാടാണ്. അതിനുള്ള ചക്കയാണ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നത്. ഇത് വെട്ടണതൊക്കെ നേക്ക് മുമ്പേ കാണിച്ചു തന്നുണ്ട്. അതിങ്ങനെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കുഴച്ച് പലഹാരം ഉണ്ടാക്കണം. അത്
പൊടിൻ്റെ ഇലയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പൊടിൻ്റെ ഇല അല്ലെങ്കിൽ വട്ട ഇല, അങ്ങനെ പല പേരും പറയും. ഞങ്ങൾ പൊടിൻ്റെ ഇല എന്നാ പറയുക. അതിലാണ് ഇത് ഉണ്ടാക്കുക. അപ്പം അതിൻ്റെ കറിയും കൂടിയും ഈ പലഹാരത്തിലേക്കാകുമ്പോൾ അതൊരു നല്ലൊരു കളറാവും അപ്പത്തിന്. നല്ല കളറാണ് അപ്പത്തിന്. ആ ഇല വാടി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ഇതുണ്ട്, വിറ്റാമിനും ചേരുന്നുണ്ട്. വിറ്റാമിൻ എന്താണെന്നോ എനിക്ക് പറയാറില്ല. പണ്ടൊക്കെ വേണ്ട ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുക പൊടിൻ്റെ ഇലയിൽ. ആ ഇലയുടെ ആ കറിയുടെ ഒരു മണം, ആ അപ്പം തുറന്ന് നമുക്കൊരു മണം, പ്രത്യേകിച്ചൊരു വാസന വരും. അത് നമുക്ക് ഒരു ഹൃദ്യമായിട്ടുള്ള മണ്ണാണ്. അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഇതിലേക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ചെയ്യുക.